പിന്നെ നമ്മളെ അമ്മി അറിഞ്ഞല്ലോ, നമ്മളെ അമ്മി ഇല്ലാത്ത പരിപാടി ഇല്ല. അമ്മീന്റെ കൂടെ രണ്ട് ഗസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ട്. ചീഫ് ഗസ്റ്റാണ്. മാഷാ അല്ലാഹ്, രണ്ടാൾക്കാർ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല രണ്ടു വാക്ക് പറഞ്ഞ മുമ്പത്തെ പറ്റി നിങ്ങൾ മുനാദ് സെക്രട്ടറി അവൻ ആദ്യമായിട്ട് പറയണം. രണ്ട് വാക്ക് പറയാൻ വേണ്ടിയിലേക്ക് ഈവൻ ഇന്ത്യൻസിന്റെ എല്ലാം നജീബ് വെൽക്കം ടു സ്റ്റേജ്. നമ്മള് കുറെ വർഷങ്ങളായിട്ട് അമ്മി 2-3 വർഷമായിട്ട് റിയാദിൽ നിന്ന് ഇവിടെ വരും. നമ്മൾ ഒരു യാമ്പോ ട്രിപ്പോ കാര്യങ്ങളായിട്ട് എല്ലാവരും അപ്പുറം ഇപ്പുറമായിട്ട് തിരിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളിങ്ങനെ ആലോചിച്ച് നമ്മളെല്ലാം കൊണ്ടടുത്ത് കൂടി ഇരുന്നിട്ട് ഇവിടെ ഒരു പരിപാടി നമ്മളെല്ലാം കൊണ്ട് സൗഹൃദമൊക്കെ വെച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടുള്ള ഇതിലാണ് നമ്മൾ ഈ ഒരു മസന എടുത്തത്. നമ്മൾ കുറെ ആൾക്കാരൊന്നും ഇല്ല, ടീം അതിനാണ് ഓൺലി മെമ്പേഴ്സ് മാത്രം കൂടിയിട്ട് നമ്മളിവിടെ ചെറിയൊരു ഗെയിംസ് കാര്യങ്ങളെല്ലാം ഇതാക്കി. അതിനകത്ത് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ ഹൗസി അത് ക്യാൻസൽ ആയതിന് വലിയ സന്തോഷമുണ്ട്. കാരണം ഇല്ലെങ്കിൽ സുബൈക്ക് 4 മണി ആയതിന്റെ റിസൾട്ട് കിട്ടാല്ല, ബേജാറുണ്ട് സത്യം ചൊല്ലിയത്. അപ്പൊ ഇതിനകത്ത് വേറെ നമ്മുടെ ഹംസ നാട്ടില് പോയത് നമുക്ക് ഭയങ്കര ലോസ് ആയി. ഒന്ന് ഈ ടൂർണമെന്റില്, കാരണം ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് മതിയായിരുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ ഹംസ നാട്ടിൽ പോയപ്പോൾ ബേജാറ്. അപ്പൊ അവൻ തിരിച്ചു വന്നപ്പോ നമ്മളെല്ലാം ഒന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. പക്ഷെ അതിന്റെ എല്ലാം സ്പോൺസർ ഹംസ ആണ്. അപ്പൊ ഒരു 8ന്റെ പണി വരുന്നുണ്ട് ഞാൻ വിചാരിച്ചു. അപ്പൊ ഇത് ബേജാറാവണ്ട, എല്ലാരും പോകുമ്പോ ഒരു കുറ്റി വെക്കും, അതിനകത്ത് ഇട്ടിട്ട് പോയാൽ മതി, ആരെ വിടുന്നതില്ല. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുക ഫസ്റ്റ്. മാഷാ അല്ലാഹ് കുറെ നാളായിട്ട് നമ്മളിങ്ങനെ കൂടിയിട്ടില്ല. മാഷാ അല്ലാഹ് ടീം അതിന്റെ പഴയ കാലത്തിന്റെ ഒരു ഓർമ്മയപ്പോ നമുക്ക് അത് ഒരു ഓർമ്മ വരുന്നു. കഴിഞ്ഞ കുറെ വർഷം നമ്മൾ ഇതുപോലെ കുറെ മധുര എടുത്തു പരിപാടി വെച്ചാൽ നമ്മൾ കൂടുതൽ നല്ല എൻജോയ് ആയിരുന്നു. ഈ കുറെ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു. ഇതേപോലെ ഇൻഷാ അല്ലാഹ് അടുത്ത വർഷങ്ങളിലും ഇതിനേക്കാളും ആളെ വെച്ച് നല്ലൊരു പരിപാടി ടീം അതിലേക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ മദീനയിൽ നിന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ് സംഭവിച്ചതാണ് നമ്മുടെ അമ്മി. റിയാദിൽ ഇവിടെ വന്നിട്ട് അതിനിടെ പോയിട്ട് റിയാദിൽ പോയിട്ട് ഒരു റിയാദ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞൊരു ടീമാക്കി അത് ബർബാദാക്കി. അതിട്ടാണ് ഇവിടെ രണ്ടാമത് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. മാഷാ അല്ലാഹ് അവർ റിയാദിൽ തന്നെ മാഷാ അല്ലാഹ് ബിസിനസ് എല്ലാം നല്ല രീതിയിൽ പോയി അവിടെ തന്നെ നിൽക്കാൻ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, ഇങ്ങോട്ട് വരാതിരിക്കട്ടെ മാഷാ അല്ലാഹ്. എന്നാലും ഞമ്മക്കെല്ലാം തലയെടുത്തിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, എല്ലാം ക്രെഡിറ്റ് എടുത്തോണ്ട് പോകും. ഇതിന്റെ ഇടയിൽ ഒരു പരിപാടി വെച്ചിട്ട് 5 പേര് കൂടി 4 പേര് ഷെയർ ഇട്ട് കൂടി ലാസ്റ്റ് പേര് ഇവന്റെ മാത്രം വലുതായി സ്ക്രീനിൽ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ കൂടിയതിന് കുറച്ച് ആളുകൂടെ വരാറുണ്ട്. നമ്മളിങ്ങനെ ഗെയിംസും കുറച്ച് പാട്ടും അത് കഴിഞ്ഞ ഒരു ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പിരിയാം. ഇൻഷാ അല്ലാഹ് ഞങ്ങള് റിയാദ് അമ്മയെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇല്ല ഞാൻ ഒരു പുതിയൊരു ഭയങ്കര ഇത് ടീം മദീന ഇന്ത്യൻസിന്റെ പ്ലസ്. ഞാൻ എപ്പോഴും ഒരു ഓർഗനൈസേഷൻ ഞങ്ങൾ ടൈമിൽ 200 ആളെ വെച്ചിട്ടുണ്ട്, 800 ആളെ വെച്ചിട്ടുണ്ട്, ഇഫ്താറും എല്ലാം ആക്കി. ഇപ്പൊ ഒരു 20 ആൾ 25 ആളെ വെച്ചിട്ട് ടീം മദീന ഇന്ത്യൻസിന്റെ ഈ ഇപ്പൊ ഈ ചെറിയ ഗെറ്റുഗെദർ ആക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് അത്രത്തോളം ടീം മദീന ഇന്ത്യൻസും സിംഗിൾ മെമ്പേഴ്സ് ഇട്ടോളം ഇൻഷാ അല്ലാഹ് ടീം മദീന ഇന്ത്യൻസ് ഇരിക്കും. അപ്പൊ അത് ഞങ്ങൾക്കൊരു ഒരു പ്ലസ് ആണ്. നമുക്ക് പുതിയൊരു ഫേസ് നമ്മൾ ഈ സ്റ്റേജിൽ കാണുന്നത്. കുറെ ആളുള്ളവർ അവരവരെ ബിസിയും അവരെല്ലാം ആയിട്ടുള്ളവർ ഞങ്ങളെ പറ്റിയ ഒരു കുറെ ഓർമ്മയുണ്ട്. ഇപ്പൊ ആരിഫ് ജിദ്ദൻ എപ്പോൾ വരുമ്പോൾ ടീം മദീന ഇന്ത്യൻസ് ഒരു കൂട്ടോട് പഠിക്കണമായിട്ടുള്ള ഒരു അതിലെ പേരിൽ ഒരു ഇന്റൻഷൻ
എന്ത് ചെല്ലുമ്പോൾ നജീബാവട്ടെ ബാബി നിഷാദ് ഞങ്ങളെ ടീം മദീന ഇന്ത്യൻസിലെ തറവാടേ അവരാക്കിയ ഡെഡിക്കേഷൻ അവർ ഇതാക്കിയ അതിനെ എക്സ്പ്ലെയിൻ ആക്കുന്നത് അതേപോലെ കുറെ ആളെല്ലാം നമ്മൾ ടീം മദീന ഷക്കീർ ഇപ്പം എല്ലാം നാട്ടിലാണ് കുറെ ആളെല്ലാം ടീം മദീന അളക്കി പോയത് എല്ലാവരും ഒക്കത്താക്കിയിട്ട് ആക്കിയ ഒരു ടീമാണ് ഇത് എല്ലാവർക്കും അറിയാം ഇപ്പൊ നമ്മൾ ഇത്ര കുറച്ചാളായി മാഷാ അല്ലാഹ് ടീം മദീന ഇന്ത്യൻസ് അതിൻ്റെ ഒരു അംബ്രല്ലൻ്റെ അടിയിൽ വന്നിട്ട് ഇപ്പൊ ഒരു പ്രോഗ്രാം ആക്കി വന്ന മാഷാ അല്ലാഹ് കൂടിയ ഇനിയിപ്പോ ചെറിയൊരു എന്റർടൈൻമെന്റ് ആയിട്ട് നമ്മ പിരിയാ ഈ ജന്മദിവസമുണ്ടനി ചാൻസ് ആക്കി തന്ന ടീം മദീന ഇന്ത്യൻസിന്റെ ബോർഡ് പിന്നെ ഇന്നൊരു കൂടെ അതിന്റെ മെൻസിബിൾ അപ്രീഷിയേറ്റ് മുനാസും ഖലീലും ഇൻഷാ അല്ലാഹ് ഇനി കുറെ ടീം ഞൻ്റെ ഒരു ചെറിയ സദസ്സൻ എന്തെങ്കിലും ഇനി കുറെ കിടാക്കുള്ള ടീം മദീന ഇന്ത്യൻസ് അവർ കൊണ്ടിട്ട് ബതിക്ക് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് പ്രോഗ്രാം നല്ലൊരു ക്രൗഡ് കാട്ടേണ്ട നിങ്ങളെ അതൊരു പണിയായിരിക്കും ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ഹോപ്പാണ് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു നമ്മൾ ഇന്നത്തെ പെരുന്നാൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒഫീഷ്യൽ പരിപാടിയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് കളിയും കാര്യങ്ങളും ചോദ്യോത്തരങ്ങളും ഇങ്ങനെയുള്ളതായിട്ട് നമുക്ക് പോവാം. ഓക്കെ ഫൈനൽ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കസേരയ്ക്ക് വേണ്ടി രണ്ടുപേർ മല്ലിടുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നജീബും അമ്മിയും തമ്മിലുള്ള പോരാട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. చిన్నగా పోతుంటావో చూడకపోతుంటావో ఇంట్లో చిన్నదాన్ని నేను చిత్రాల దాన్నితో చిన్నలు చూస్తుంటావో చిత్రాల നാളുണ്ട് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, BD സതീശൻ. യല്ല ഈ 60 വയസ്സിന്റെ അധ്യക്ഷാണ് ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്. ഈ ബാച്ച് ആയിട്ട് കസാലിനെ വിട്ട് കളിയില്ലല്ലേ? അങ്ങനെ ഇന്നത്തെ വിജയ് മിസ്റ്റർ അബ്ദുൽ പെരിങ്കടി. ഐഫോൺ 16 നട്രാജ് പെൻസിലിന്റെ 12 രൂപ കെട്ടുന്ന ഒരു പെൻസിൽ ഇത് 10 മതി. ഇങ്ങോട്ട് ഇവിടെ ഇങ്ങോട്ട് സൈഡിക്ക് മാറും. അതാണ് അച്ഛകളി അക്കൗണ്ട് കുടിക്കണ്ട ആദ്യത്തെ സ്പീഡൊന്നും ഇല്ലല്ലോ ഇപ്പൊ. 9
എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പറയൂ ഹംസ. രതീഷ് എഴുന്നേക്ക് രതീഷ്. രതീഷ് ഞാനല്ലേ വിളിക്കുന്നത്, ഇങ്ങനെ അവിടെ തുടങ്ങാമോ? ഷോർട്ട് കട്ടാക്കിയോ? അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. ഞാൻ ഇതാ പോണേ. എന്തോ വലമുണ്ടാക്കാൻ വന്നിരിക്കുക. 9 ഏവം പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞാ വെറും പുലിയല്ല, ഒരു സിംഹം. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. നീ തോപ്പിക്കണ്ട. ആയിട്ട മൂന്നായിത്ര ആകെ 4 ഇപ്പൊ. നീ വെറുതെ തോപ്പിക്കണ്ട. ചെയ്യാനോട് തോക്കാൻ കാല എന്താണ് ഉപ്പാന്റെ ഈ പരാജയത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പറയൂ. ഒരാൾ സെറ്റാക്കി കൊറേ ആരും കഴിച്ചിട്ട് അതിന്റെ കുഴു കൂടെ പതിയെ പൊസിഷനിൽ പിന്നെ വെള്ളം അതേപോലെ ബോട്ടിൽ വെച്ചിട്ട് കാലാണ്. ഓക്കെ ഓക്കെ റെഡി. കൈ അവിടെ കറക്റ്റ് നോക്കി. ഷാനൗട്ട്. രണ്ടൗട്ട്. അയ്യോ മിസ് ദ വിന്നർ. ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് തടിയുമാറും ചോട്ടിൽ വെച്ച് തുളസി വിത്തിരമുള്ളുന്നു. തടിയുമാറും ചോട്ടിൽ വെച്ച് തുളസി വിത്തിരമുള്ളുന്നു. ആരാകെ വാഴ്ത്തും പരിശുദ്ധനാമം പേരാക്കിയോ ഹാജരാ കുടുവാരി ഹാജരാ. ഇതാ പേര് മാത്രം ചെല്ലാൻ കഴിയില്ല. അതിന്റെ അത് എങ്ങനത്തെ കളർ എന്തിനു ഉപയോഗിക്കുന്ന എന്തിന്റെ അതിന്റെ ടേസ്റ്റ് എന്തെന്ന് മാത്രം ഇത് മാത്രം അല്ലാണ്ട് പേരളക്കിയിട്ട് ബാക്കിയെല്ലാം ചെല്ലാം. ക്ലൂ മാത്രം ക്ലൂ
പേരല്ല ആ എപ്പൊ മല്ല കിട്ടുന്നതൊക്കെ മൂന്ന് പേരുകളാണ് എന്താ ഇതെങ്ങനെയുള്ള സാധനം എങ്ങനെയാണ് സാധനം നീ ഫോർ എക്സാമ്പിൾ കറിക്കിടുന്ന സാധനം ഒന്നല്ല അങ്ങനെ കറിക്കിടുന്ന സാധനല്ലേ കറിക്കുന്ന സാധനം കിട്ടാനോ എന്താ കറിക്ക് കുറെ സാധനം കൊടുക്കും അടുത്ത ക്ലൂ പറട്ട് കറിക്കിടുന്നത് പിന്നെ കടിക്കുമ്പോ കാരമുണ്ട് നിക്ക് പോന്നെടുക്ക് മുളവല്ല കാരമുള്ള വേറെ ഉണ്ട് ആയിട്ടില്ല മുളവല്ലേ മുളവല്ല ആ വേറെ ചെല്ല് വേറെ ക്ലൂ ചെല്ല് കാരമുള്ള തന്നെ സാധനം നീ ഇപ്പൊ കറിക്കിടുന്ന ചെല്ലി കാരം ഉണ്ടെന്ന് ചെല്ലി അപ്പൊ ഈ സാധനം വേറെ എന്താ വേറെ ഉണ്ട് ആ രണ്ട് വേറെ ഉണ്ടല്ലേ കാരമുള്ളതല്ലോ കറിക്കിടുന്ന സാധനം എന്താക്കാം വേറെ ചെല്ല് വേറെ ക്ലൂ ചെല്ല് കളർ ചെല്ല് കളർ മീത്താണ് ലൈറ്റ് മഞ്ഞ കളർ അങ്ങനെ അതല്ല ഒന്നായി കാണുന്നില്ലേ കാര്യം നിന്റെ കാര്യമല്ല അത്തച്ചട ക്യാമറ ഓൺ ആക്കിട്ട് ഇതാക്കുന്നത് ആൻസർ ഇല്ലേ ഇല്ല അതിലെ ക്ലൂ കിട്ടിയിട്ടില്ല അടുത്ത ക്ലൂ ചെല്ല് ഇതാ ഞാനിട്ട കാരമുണ്ട് കേസ് എല്ലാ കറിക്കും യൂസ് ആക്കുന്ന ഒരു സാധനം അത് നല്ല ക്ലൂ കളർ ലൈറ്റ് യെല്ലോ കളർ യെല്ലോ അല്ലല്ലോ യെല്ലോ അതിന്റെ ചെല്ലക്ക് എല്ലാ കറിക്ക് യൂസ് ആക്കുന്നത് ചില അത് മരുന്നിന് യൂസ് ആക്കുന്നു അത് അങ്ങനെയാണ് ക്ലൂ കൊടുക്കേണ്ടത് കളർ കളർ ലൈറ്റ് മഞ്ഞ കളർ ഇല്ലേ അതാ ഞാൻ ചെല്ലുന്നത് അതിലാണ് കൺഫ്യൂഷൻ വരുന്നത് അത് മഞ്ഞ കളർ അല്ലല്ലേ അതാണ് പ്രശ്നം വരുന്നത് അവിടെ കിട്ടുന്നില്ല കളർ വേണ്ട എന്ത് കളർ വേണ്ട വേണ്ട ഒരു ലൈറ്റ് കാക്കി നീ അങ്ങോട്ട് നോക്കണ്ട ലൈറ്റ് കാക്കി കളറാ ഇപ്പാണ് കളർ ശരിയായത് ഇപ്പൊ മരുന്നിന് ജീമാക്കാത്ത എല്ലാത്തിനും മുസീബത്തിൻ്റെതാ ഇവിടെ ചന്തോച്ചത് ആയുർവേദിക്കിനോട് കറിക്കിടുന്നു ചെല്ലിയല്ലേ കറിക്കൂടുന്ന് വേറെ യൂസ് ആക്കും അത് ഞമ്മ ഇട്ടണക്ക ചെയ്യാറിട്ടും കാരമല്ല കുറച്ചിട്ട് കാര്യം ചെറിയ സാധനമല്ല അത് 1.5 കിലോ ബുദ്ധിമുട്ടത് റൗണ്ട് അല്ലേ അല്ലല്ല റൗണ്ട് അല്ലേ ഇതുവരെ തെരഞ്ഞിട്ട് മറിഞ്ഞിട്ടുണ്ട് എന്റെ രണ്ടും എടുക്കുന്നുണ്ടല്ലേ കാരുണ്ടോ യൂസ് ആന്ന് പറയാ കേസുണ്ട് അതൊരു മരുന്ന് തന്നെ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ നല്ല ക്ലൂ എന്ന് പറഞ്ഞു എല്ലാ മരുന്നിനും യൂസ് ആക്കുന്നു എല്ലാ കറിക്കും യൂസ് ആക്കുന്നു ചില സന്ദർഭത്തിൽ ഇങ്ങനെ കണ്ടാടാ ഇപ്പൊ ചെമ്മി ചെല്ലുന്ന ഇങ്ങനെ കണ്ടാ ഇപ്പൊ അവിടെ ഓന് കണ്ണ് കെട്ടിച്ചില്ല അതല്ല ഞാൻ മരുന്ന് ചെല്ലിയത് എല്ലാത്തിനും യൂസ് ആണ് കറിക്ക് യൂസ് ആണ് ജീവ സംഘടന അത് ഇതാക്കി നോക്കുന്നു അങ്ങനല്ല അതൊരു ക്ലൂ അല്ലല്ല പൗഡർ അല്ല കുത്തുന്നു കുത്തിട്ട് മഞ്ഞൾ മഞ്ഞളല്ല മഞ്ഞളല്ല മഞ്ഞൾ ഞാൻ ഇങ്ങനെ തെല്ലിട്ട് പോയി മഞ്ഞളെന്ന് മഞ്ഞളല്ല മഞ്ഞളല്ല അത് മഞ്ഞളല്ല ഇത് ഇത് കറിക്കും മരുന്നിനും എല്ലാത്തിനും ഞാൻ ചെല്ലട്ടാ ഇതൊരു ബേജ് കളർ മഞ്ഞ കളറല്ല ഇവിടെ കുറച്ച് സ്റ്റാർ സാധനം അത് സ്റ്റാറാ അത് ആ പൂവ് അത് ജാതിക റൗണ്ടല്ലേ ആ പൂവിനെ വെറുതെ അത് കറിക്കിടുന്ന ഇത് അൽത്തിരി
വേറെ ക്ലൂ അടുത്ത ക്ലൂ ചെല്ലേ അടുത്ത ക്ലൂ ചെല്ലേ ആ സമയം കഴിഞ്ഞ് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ഇഞ്ചി തടിക്കുന്ന അഞ്ചി ഇഷ്ടമായ സാധനം കിടാക്കൊക്കെ ഇഷ്ടമായ സാധനം ടോയ്സ് ടോയ്സ് കിടാക്കൊക്കെ ഇഷ്ടമായ സാധനം ആ കിടാക്ക ഇഷ്ടമായ സാധനം ടോയ്സ് യസാൻ മുസ്തഫ ഹലോ ചെല്ല് ഇവിടെ കളിയിലുള്ളതല്ലേ ഇതാ ക്ലൂ ക്ലൂ ബാറ ഹലോ മുസ്തഫാക്കല്ലേ നീയൊക്കെ ഫോൺ ഷാവുല ഓന് സംഗതി കിട്ടിയിട്ടില്ല മുപ്പാട്ട് പേര് ഡയലോഗെല്ലാം അടിച്ചു ഇവിടെ കണ്ണൊന്നിന് കിട്ടുന്ന കേട്ടിട്ട് മുപ്പാട്ട് ചെറിയ കണ്ണൊന്നിനിടെ കെട്ടുന്ന കണ്ണ് കെട്ടേണ്ട ആവശ്യമില്ല നോക്കിയിട്ട് പറഞ്ഞ പോരെ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായ താൻ അറിഞ്ഞാ എനിക്കിപ്പോ അതൊന്നുമില്ല അതൊന്നുമില്ല ആരും പറയാം അറിയാത്ത പിന്നെ ഓനെ അതാരുമായിട്ട് നീ ക്ലൂ എനിക്ക് ക്ലൂ പറയേണ്ട പണി മാത്രം അതാരും നിനക്കെന്താ ഇത് ഓനെ മനസ്സിലായിട്ടില്ല കടിച്ചോ കടിച്ചോ കടിക്കാമാ ആ കടിച്ചോ നല്ലതല്ല തുപ്പിക്കോ തിന്നിറ മാസല്ല എന്താ ചെല്ലണ്ട നല്ലതല്ല തുപ്പിക്കാൻ നല്ലതല്ല പോയിരുന്നത് അത് ഓ ഇന്ന് കിട്ടുന്ന പോലെ കാണുന്നില്ല അവന് കിട്ടിയിട്ടില്ല കിട്ടിയാറാ തിന്നോ ബെൻസന്മാർ എന്താ ഈ കറിയാക്കാതെ ആൾക്കിത് മനസ്സിലാവില്ല കറിയാക്കുന്ന പറയണല്ലോ എനിക്ക് സർക്കാർ ഈ ചിക്കനും മട്ടനാക്കുന്ന ആൾക്ക് ഈ കറി എങ്ങനെ അറിയാം നിന്റെ പേരറിയാലോ എനിക്ക് സാധനം അറിഞ്ഞു ആ ഒരു മിനിറ്റ് ആ ഞാൻ ഇങ്ങനെ ചെല്ലുന്നു ബാക്കി ചെല്ലിട്ട് മനസ്സിലാക്കും ചെല്ലണ്ട ചെമ്മിയ വേറെന്താണ് ചെല്ല് അതോടില്ല ചതി ചതി അല്ല അത് മനസ്സിലായി അത് ഞാൻ ചൊല്ലി കൊടുത്തു അത് ഓൻ മനസ്സിലായിട്ടില്ല ഞാൻ ചൊല്ലി കൊടുത്തു എന്ത് കറിക്കിടുന്ന സാധനം ആ സൗദിന്റെ ഓർ ഇടുന്ന നല്ല ചിക്കൻ കറി കോസ ഇസ് ദ റൈറ്റ് ആൻസർ മാത്രം ഇത് നീ സക്സസ് ആയിന് ഓൻ കറിഞ്ഞിട്ടില്ല ഓൻ ഞാൻ ചെല്ലേ പേരിന്റെ ഇതിന്റെ പേര് ഞാൻ ചൊല്ലി കൊടുത്തു ക്ലൂ മാത്രം ഓൺലി ക്ലൂ ആ യെസ് ചെല്ലുക അങ്ങോട്ട് സർബത്താക്കുന്നു ബൈ അമ്മ ബൈ സർബത്താക്കുന്നു കല്യാണത്തില്ലേ ഇപ്പൊ കല്യാണത്തിൽ കാണുന്നില്ല ഇപ്പൊ ഞാൻ പോരക്കറപ്പ് അർജന്റ് പോയെങ്കിൽ റപ്പ ഞമ്മക്കൊന്നും ആക്കി തരുന്ന സാധനമായിട്ട് ഇരിക്കുന്നു ഇത് എതിരെ എന്താ അതെന്ത് സ്പീഡല്ല പറയുന്നത് അല്ല അല്ല ഏകദേശം അങ്ങനത്തെ പൗഡർ പോലത്തെ സാധനം സാധാരണ ഈ സൗദിയിലുണ്ടല്ലേ പുറത്തുള്ള അതിന്റെ പുറത്ത് തടുന്നില്ലേ മറ്റേ ഇത് ആയുർവേദം നടന്നു പോയി നമുക്കൊരു നല്ല സ്മെല്ലാണ് തറന്നു നമുക്ക് പിന്നെ ചായക്കും ബീത്തുന്നു കോലിക്കും ഇടുന്നു എല്ലാത്തിനും യൂസ് ആണ് സാധനം കറിക്കിടുന്നില്ലേ കറിക്കിടുന്നില്ല ആരില്ല കറിക്കിടുന്നില്ല മീൻ ഫ്രൈ ആക്കണം തെളിയിടും കോഴിക്ക് പ്രത്യേകിച്ച് ആ ഇങ്ങോട്ട് അങ്ങോട്ട് നോക്കാനില്ല ആ ഇല്ല നിങ്ങൾ നോക്കാൻ നിങ്ങൾ അങ്ങോട്ടേ കൈ തൊട്ടിടാൻ അറിയില്ലേ ആ ആ പറഞ്ഞോളി പറഞ്ഞോളി ക്ലൂ കൊടു സ്റ്റാർട്ട് നമ്മുടെ ബിസിനസ്